മലപ്പുറം ഗാലറി എന്ന നമ്മളെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളെ യൂട്യൂബ് ചാനലിൽ കാണിക്കാൻ പോകുന്ന ഒരു റെഡ് ബിക്സ് പറഞ്ഞ കമ്പനിയാണ്. വാണിയമ്പലം പരിസരത്തിലെ ഇതിൻ്റെ തുണക്കാരൻ്റെതാണ്. അതിൻ്റെ കാഴ്ചകളാണെന്ന് കാണിക്കാൻ പോണത്. ഇതാണ് ആ കട്ട കേട്ടോ. ഇത് മണ്ണ് പൊടിച്ചുകൊണ്ട് സിമെൻറ്റൊക്കെ കൂട്ടിയാണ് ഉണ്ടാക്കേണ്ടതാണ്. നല്ല ഉറപ്പില്ല കട്ടയാണ്. ഇതിവിടെ ഇതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം. ഇവിടെ പണിക്കാർ ഇത് ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുന്നുണ്ട്. ഇനി കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സുഹൃത്തുമാണ് ഇതിന് ഉടമയുണ്ട്. ഉടമയോട് ചോദിച്ചു നോക്കാം നമുക്ക്. നിങ്ങൾ ഈ കട്ടനെ കുറിച്ചൊന്നും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞാണേ. പിന്നെ ആദ്യം മുനീറാക്കാൻ്റെ ചാനൽ എല്ലാവരും നമ്മളെ സുഹൃത്താണ്. ഇതൊരു പരസ്യം എന്നുള്ള നിലക്കൊന്നല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മളെ സുഹൃത്താണ്. നമ്മളൊക്കെ ഒപ്പം വണ്ടി പണിയൊക്കെ എടുക്കുന്ന ആളാണ് മുനീറാക്ക. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ മുനീറാക്കാൻ്റെ വീഡിയോ ചാനലും കൂടി മലപ്പുറം ഗാലറി അറിയുന്ന ചാനൽ യൂട്യൂബ് ചാനലും കൂടി സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. വളരെ നാടൻ പരിപാടികളൊക്കെ ഉള്ള ഒരു ചാനലാണ്. ഇപ്പോൾ മുനീറാക്ക ഇതിൽ കൂടെ പോയപ്പോഴാണ് നമ്മൾ കമ്പനി കണ്ടത്. ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പോഴാണ് ഇപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായത് മുനീറാക്കക്ക്. നമ്മളെ കമ്പനി കണ്ട് ഇങ്ങോട്ട് കയറിയപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ കാണുന്നത്. ഇത് നമ്മളെ ആളുകൾക്ക് ഒരു സംശയമുണ്ട്. ഇത് മറ്റേ സിമെന്റ് കൂട്ടുള്ളതിൽ ഇത് സിമെന്റ് കൂട്ടുണ്ട്. ഇതെന്താ അറിയോ, ഇപ്പൊ നമ്മളിത് തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇപ്പൊ നമ്മള് കമ്പനി തുടങ്ങിയിട്ട്. കമ്പനി തുടങ്ങുമ്പോൾ ഉള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പൊ തുടങ്ങി ഇപ്പൊ കുറെ വീടുകള് വീടും ഇത് ഇവിടെ ഉണ്ടാക്കി. നമ്മൾ ഇവിടെ ചെയ്യണമെന്ന് വെച്ചാല് നമ്മളെ വെട്ടലിന്റെ പൊടി, വെട്ടല് കുറയത്തെ മണ്ണിന്റെ ഇത് കൊടുത്തിട്ട് ഇവിടെ പൊടിച്ചിട്ട് അത് സിമെന്റും ചേർത്തിട്ട് ഒരു 110 ടണ്ണോളം പ്രസിംഗ് കപ്പാസിറ്റി ഉള്ള മെഷീനിലിട്ടിട്ട് ബ്രിക്സ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ നമ്മളെ നാട്ടിലത്തെ വെട്ടലിന്റെയും മറ്റുള്ള എല്ലാ ബ്രിക്സിന്റെയും കാട്ടിലും ഉറപ്പും ഫിനിഷിംഗും ആണ് നമ്മളെ ഈ ബ്രിക്സിനുള്ളത്. പിന്നെ മാത്രല്ല ഇതിലെ ഒരു സംശയം ജനങ്ങൾക്ക് ആളുകൾക്ക് ഉണ്ടാവും. മറ്റേ ഇതിന്റെ നീളവും വീതിയും ഈ പറഞ്ഞത്. ഇതിന്റെ നീളം വീതി എന്ന് പറയുന്നത് 12 ഇഞ്ച് നീളം, 12 ഇഞ്ച് നീളം, 8 ഇഞ്ച് വീതി, 6 ഇഞ്ച് ഹൈറ്റ് ആണ് വരുന്നത്. അതിലിപ്പോ 8 ഇഞ്ച് വീതി വരുന്നതെന്ന് പറഞ്ഞാല് ചില ആളുകൾക്ക് പടവിന് 8 ഇഞ്ച് വീതി വേണ്ടി വരും. അപ്പോ 6 ഇഞ്ച് ഹൈറ്റേ കിട്ടുള്ളൂ. നേരെ മറിച്ച് 6 ഇഞ്ച് വീതിയിൽ പടുത്താൽ മതി എന്നുണ്ടെങ്കിൽ 8 ഇഞ്ച് ഹൈറ്റ് കിട്ടും. അപ്പോ നീളം വെട്ടലിന്റെ നീളം തന്നെയാണ്. 6 ഇഞ്ച് ഹൈറ്റിൽ 8 ഇഞ്ച് ഹൈറ്റിൽ പടുക്കുകയാണെന്നുണ്ടെങ്കിൽ വെട്ടലിന്റെ അതേ അളവാണ് വരിക. 6 ഇഞ്ച് ഹൈറ്റിൽ പടുക്കുകയാണെങ്കിൽ വെട്ടലിലേറെ കുറച്ച് കല്ല് കൂടുതൽ വരും. പിന്നെ ഇതിൽ എന്താ വെച്ചാല് നിങ്ങളിപ്പോ 5000 കല്ലുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതില് ഒരു 5 കല്ലിന്റെ അപ്പുറത്തേക്കൊന്നും നിങ്ങൾക്ക് ഇത് കട്ട് ചെയ്യുമ്പോൾ ഇതാക്കിയിട്ട് വേസ്റ്റ് പോകില്ല. അങ്ങനെ എന്ത് പോയാലും അതിലേറെ പോയാൽ നമ്മളെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. മാത്രമല്ല വെട്ടല് മറ്റുള്ള ബ്രിക്സുകളും പടുക്കണതിന്റെ ഒരു പകുതി ഇത് പടുക്കാൻ എംസാൻ സിമെന്റ് ഇതിന് മതി. കാരണം കറക്റ്റ് സൈസ് ആണ്. വളരെ കുറച്ച് സാധനം മതി. തേക്കാതി മണിങ് ഉപയോഗിക്കാം. തേക്കാണെങ്കിൽ തന്നെ ചെറിയ കനത്തില് വളരെ ചെലവ് ചുരുക്കിയാണ് ഇത് ചെയ്യാൻ വേണ്ടി കഴിയും. ഇത് ഇതിമേല് വീടുകൾ വാർക്കണില്ലേ? ഇതുമ്പോ വീടുകൾ നമ്മളെ കമ്പനിയിൽ നിന്ന് കൊണ്ടുവരുമ്പോ നമ്മള് 1.5 വർഷം കൊണ്ട് നമ്മള് ഏകദേശം ഒരു 100-നടുത്ത് വീടുകൾ, വലിയ വലിയ വീടുകളൊക്കെ നമ്മള് പൂർത്തിയാക്കി. വീടും ഷോപ്പിംഗ് കോംപ്ലക്സും ബിൽഡിങ്ങുകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. നമ്മൾ പരിസരത്ത് പല സ്ഥലത്തും ഇവിടെ പല സ്ഥലത്തും ഉണ്ട്. നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കലുണ്ട്. ഉണ്ടാക്കിയത് കോൺക്രീറ്റ് ചെയ്തൊരു വീടുണ്ട്. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് പോയി കണ്ട് നമുക്ക് കാണാം. പ്രശ്നമൊന്നുമില്ല. ഇത് ഇതുപോലത്തെ കമ്പനികൾ കുറേ അല്ലേ നിങ്ങളെ മറ്റേ ഈ കമ്പനിക്ക് ഇല്ല പ്രത്യേകത എന്താണ് അത് പറഞ്ഞിട്ടാണ്? ഇത് നമ്മളെ പ്രദേശത്ത് ആദ്യം തുടങ്ങിയ നമ്മളാണ് കമ്പനി. ഇവിടെ അതിന്റെ ശേഷം കുറെ കമ്പനികൾ വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് പല ആളുകളും വേറെ പല കമ്പനിയിൽ നിന്നൊക്കെ കട്ട വാങ്ങിയതിന്റെ ശേഷം പിന്നെ നമ്മളെ അടുത്തേക്ക് വരലുണ്ട്. അത് അങ്ങനെ പ്രശ്നം കളറില്ല, അതല്ലെങ്കിൽ അളവിൽ മാറ്റല്ല, ചെറിയ മെഷീനിൽ വരുന്ന മിസ്റ്റേക്ക്, അല്ലെങ്കിൽ പൊട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് വരും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഇത് ലാറ്ററൈറ്റും മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. ലാറ്ററൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ വെട്ടലിന്റെ അംശമുള്ള മണ്ണാണ് ഇതിന് ഉപയോഗിക്കേണ്ടത്. അല്ല ചുവന്ന വെട്ടലിന്റെ അംശമുള്ള മണ്ണാണ് ഇത് ഉപയോഗിക്കേണ്ടത്. അല്ലാതെ പൊടിമണ്ണ് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും കമ്പനിയിൽ നിന്ന് ആരെങ്കിലും കട്ട ഉണ്ടാക്കുന്ന കമ്പനി നിങ്ങൾ വാങ്ങരുത്. കട്ട വാങ്ങുന്നതിന് മുന്നേ ആ കമ്പനിയിൽ പോയിട്ട് ഇതിന് ഏത് മണ്ണാണോ ഉപയോഗിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എല്ലാ മണ്ണും ഇതിന് പറ്റിക്കൊള്ളുന്നില്ല. മണ്ണുവാണെങ്കിൽ ഇഷ്ടം പോലെ മണ്ണുകൊണ്ടും ഉണ്ടാക്കത്തില്ല. പക്ഷെ എന്താ വെച്ചാല് അത് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ പ്രയാസങ്ങൾ വരും. പക്ഷെ വെട്ടലിന്റെ പൊടി ഉപയോഗിച്ചുകൊണ്ട് സിമെന്റ് ചേർത്ത് ഉണ്ടാക്കിയാല് ഒരു കാലത്തിനും ഒന്നും പറ്റൂല. അതാണ് നമ്മളെ കമ്പനീന്റെ പ്രത്യേകത. നമ്മളത് അത്രയും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല സ്റ്റോക്ക് ആയിക്കണല്ലേ? ഇവിടെ കുറെ ഉണ്ടല്ലോ അല്ലേ? ഇവിടെ ഒരു 10,000 ബ്രിക്സ് സ്റ്റോക്ക് ഉള്ളൂ. ഇപ്പൊ ഇന്നും നാളെയും ഒരു 2-3 ദിവസം കൊണ്ട് കയറ്റി പോകാനുള്ള സ്റ്റോക്കാണ്. ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ വണ്ടിയിലൂടെ എന്നും കയറ്റലുണ്ട്. എന്നും ടോറസോ അങ്ങനെ ഏതെങ്കിലും വണ്ടികൾ വന്നിട്ടാണ് കയറ്റല്. നമ്മള് തമിഴ്നാട് കൊടുക്കാൻ പോയത്
അവിടെ പോയത്? തമിഴ്നാട് മാത്രല്ല, തമിഴ്നാടും പിന്നെ മഹാരാഷ്ട്ര, കർണാടക അങ്ങനത്തെ സ്റ്റേറ്റുകൾക്കാണ് പോണത്. വല്ല ഇവിടെ ഇന്നാൾ ഇതിൽ പോയപ്പോണ്ടല്ലോ വലിയ ലോറി ഒന്നുണ്ട്, നാഷണൽ ലോറി ഒന്നും ഇവിടെ കയറ്റണം കണ്ടു. എന്നും ഓരോ ലോഡ് കയറ്റലുണ്ട്. ഇന്നലെ ഇവിടുത്തെ നാട്ടത്തൊരു വണ്ടി കയറ്റിയില്ലേ, ഇവിടെ ലോഡ് കയറ്റണ നാട്ടത്തൊരു വണ്ടി ഇന്നലെ ഇന്നൊക്കെ കയറ്റിയിട്ടുണ്ട്. നമ്മൾ ആദ്യമൊക്കെ 2 മാസത്തെ ടൈം കൊടുത്തിരിക്കുന്നു. പിന്നെ ബുക്ക് ചെയ്തതിന് ശേഷം 2 മാസത്തെ ടൈമാണ് നമ്മൾ കൊടുത്തിന്. ഇപ്പൊ നമുക്കൊരു 10 ദിവസം കൊണ്ടൊക്കെ കൊടുക്കാൻ കഴിയും. കാരണം പ്രൊഡക്ഷൻ നമ്മൾ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. 10 ദിവസം കൊണ്ടൊക്കെ നമുക്ക് പിന്നെ ഇപ്പൊ നമുക്ക് കൊടുക്കാൻ വേണ്ടിക്കാണ്ട് കഴിയും. ഈ റെഡ് ബിക്സിന്റെ മണ്ണും അതേപോലെ സിമെന്റ് ഉണ്ടോ, സിമെന്റ് കൂടിയും കൂട്ടണതില്ല. സിമെന്റ് കൂട്ടിയാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. കണ്ടല്ലേ, രാംകോ സിമെന്റാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇതും ഇതിൽ കൂട്ടാനുള്ള മറ്റേ ആവശ്യമുള്ള ഒരു ഘടകമാണ് ഈ സംഭവം. സിമെന്റും പാടെ കൂട്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ റെഡ് ബിക്സിന്റെ വാർപ്പിന്റെ വീടാട്ടത്. ഇതുകൊണ്ട് വാർപ്പിന്റെ വീടും ഉണ്ടാക്കാന്നുള്ളത് ഇതിന്റെ തെളിവാണത് കേട്ടോ. അതുപോലെ കുറേ വീടുകളുണ്ട്, റെഡ് ബിക്സ് കൊണ്ട് ഉണ്ടാക്കിയ വാർപ്പിൻ്റെ വീടുകളുണ്ട്. പിന്നെ സ്വിച്ച് ബോർഡും കാര്യങ്ങളും ഇത് കണ്ടല്ലേ, കട്ട് ചെയ്യാൻ കഴിയും. ഇത് മൊത്തം തന്നെയുണ്ട്, ഈ റെഡ് ബിക്സ് കൊണ്ട് ഉണ്ടാക്കി തന്നെയാണിത് വാർപ്പ്. ഇത് വേണമെങ്കിൽ 2ാം നില വേണമെങ്കിൽ ഉണ്ടാക്കാം, പ്രശ്നമല്ല. അപ്പോൾ അതിൻ്റെ ഒരു തെളിവിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുത്ത് തന്നെ കാണിച്ചു തരാൻ കാരണം.